എയർ ഇന്ത്യ അടക്കമുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതോടെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയവരും ദുരിതത്തിലായി. നേരത്തെ കൊച്ചിയിലെ കാഴ്ചകൾ നമ്മൾ കണ്ടിരുന്നു. ആ മനുഷ്യർ അനുഭവിക്കുന്ന ദുരിതം നമ്മൾ കണ്ടിരുന്നു. തിരുവനന്തപുരത്തു നിന്നുള്ള 8 വിമാനങ്ങളാണ് ഇതുവരെ റദ്ദാക്കിയത്. അടിയന്തര സാഹചര്യം പരിഗണിച്ച് വിമാനത്താവളത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് മീര മനോഹരൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഇറാൻ, ഇസ്രായേൽ, ഖത്തർ യുദ്ധ സാഹചര്യത്തിൽ നിരവധിയായ വിമാന സർവീസുകളാണ് റദ്ദാക്കപ്പെട്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇവിടെ നിന്നും എയർ ഇന്ത്യയുടെ ഉൾപ്പെടെയുള്ള നിരവധി വിമാനങ്ങൾ നിലവിൽ റദ്ദാക്കപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ രാത്രി മുതൽ ഈ സമയം വരെയും നിരവധിയായ യാത്രക്കാരാണ് അതിൻ്റെ പേരിൽ ബുദ്ധിമുട്ടായി ഇവിടെ നിൽക്കുന്നത്. അവർക്ക് മറ്റു മുന്നറിയിപ്പുകളൊന്നും തന്നെ ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്നും പ്രധാനമായും 8 വിമാനങ്ങളാണ് റദ്ദാക്കിയിട്ടുള്ളത്. നമുക്ക് അവരുടെ ഇവിടെ ഇപ്പോഴും നിൽക്കുന്ന യാത്രക്കാരുടെ പ്രതികരണങ്ങളിലേക്ക് പോകാം. ഇപ്പൊ ഡിലേ ആണ്. ഇന്നലത്തെ ടിക്കറ്റ് ആയിരുന്നു, അതിപ്പോ ക്യാൻസൽ ചെയ്തിട്ട് ഇന്ന് രാവിലത്തെ ടിക്കറ്റ് വന്നായിരുന്നു. അതിപ്പം ഇൻഫോം ഒന്നും ട്രാവൽസുകാരൊന്നും ഇൻഫോം ചെയ്തതുമില്ല. ഇവിടെ ലഗേജും കൊണ്ട് വരുന്ന സമയത്താണ് അറിയുന്നത് ഫ്ലൈറ്റ് ക്യാൻസൽ ആണെന്നുള്ളത്. ഫസ്റ്റ് ക്യാൻസൽ ആയപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വന്നായിരുന്നു. രണ്ടാമത്തെ ക്യാൻസൽ ആയപ്പോൾ ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ലായിരുന്നു. ഇവിടെ അല്ലേ വന്നെങ്കിൽ നമ്മൾ ഇവിടെ ആവശ്യമില്ലായിരുന്നല്ലോ. ഇവരെ ഫോണ് അറ്റൻഡ് ചെയ്തിട്ടില്ല, മെസ്സേജ് എടുക്കൂല, അതിന് റിപ്ലൈ ഇല്ല. എയർ ഇന്ത്യയുടെ അവസ്ഥ ഇത് തന്നെ. പിന്നെ നമ്മൾ ഗതിയില്ലാത്തതുകൊണ്ട് ഇതിലങ്ങ് പോകാനാണ് തീരുമാനം. പ്രധാനമായും എയർ ഇന്ത്യയുടെ 5 വിമാനങ്ങൾ, ഖത്തർ എയർവേസ്, ഇൻഡിഗോ കുവൈറ്റ് എയർവേസ് എന്നിവയുടെ ഓരോ വിമാനങ്ങളുമാണ് റദ്ദാക്കപ്പെട്ടത്. ഇന്ന് പുറപ്പെടേണ്ടവയായിരുന്നു. അത് സാഹചര്യം കൈകാര്യം ചെയ്യാൻ എയർപോർട്ടിൽ ഉൾപ്പെടെ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും എയർ ഇന്ത്യയുടെ മസ്കറ്റ്, ഷാർജ, അബുദാബി, ദാമാൻ ദുബായ് തുടങ്ങിയവിടങ്ങളിലേക്ക് പോകുന്ന വിമാനങ്ങളും, കൂടാതെ ഖത്തർ എയർവേസിൻ്റെ ദോഹയിലേക്ക് പോകുന്ന വിമാനവും, കുവൈത്തിലേക്ക് പോകുന്നതും, ഇൻഡിഗോയുടെ ഷാർജയിലേക്ക് പോകുന്ന വിമാനങ്ങളുമാണ് റദ്ദാക്കപ്പെട്ടത്. എന്തായാലും ഈ സാഹചര്യത്തിൽ അപ്രതീക്ഷിതമായി ഇത്തരത്തിലൊരു റദ്ദാക്കൽ ഉണ്ടായ സാഹചര്യത്തിൽ വളരെയേറെ ബുദ്ധിമുട്ടിലാണ് ഇവിടെ ഉണ്ടായിരുന്ന യാത്രക്കാർ. ഇന്നലെ രാത്രി മുതൽ ഒരുപാട് യാത്രക്കാർ ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി ഈ വിമാനം റദ്ദാക്കപ്പെട്ടതിൽ ബുദ്ധിമുട്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും യാത്രക്കാർ ഇവിടെ തുടരുന്നുണ്ട്. തിരുവനന്തപുരം എയർപോർട്ടിൽ നിന്നും മീര മനോഹരൻ, ന്യൂസ് മലയാളം, തിരുവനന്തപുരം.